ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഈദ് കഴിഞ്ഞ് സെലിബ്രേഷനും എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോവാണ്. ഡ്യൂട്ടിക്ക് വന്നപ്പോൾ പൊതുവേ ഹോസ്പിറ്റലിൽ കാമാണ്, പേഷ്യൻസ് അങ്ങനെ തിരക്കില്ല, പേഷ്യൻസൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ മെമ്മറി ആയിട്ട് എടുത്തു വെച്ചു. അങ്ങനെ കുഴപ്പമില്ലാതെ ഡ്യൂട്ടി ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സുകളൊക്കെ സൗദി ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റുകൾ തന്നു, ചോക്ലേറ്റ്സൊക്കെ ഒത്തിരി കിട്ടി. അങ്ങനെ ഒരു സൗദി ഫ്രണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഫുള്ള് നെയിൽ പോളിഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് രസകരമായ കുറേ നിമിഷങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇപ്പോൾ പറയാവേ. ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇവിടെ ഒരുത്തിയുണ്ട്, എനിക്ക് ക്യൂടെക്സ് ഇട്ട് തരാന്ന് പറഞ്ഞു. ഇങ്ങനെ ഇടാനായിട്ട് നിന്നു. ഇതാ പക്ഷെ കാണിച്ചു വെച്ചിറക്കുന്നതോ എനിക്ക് കംപ്ലൈന്റ് ബോക്സ് വേണം. ഐ വാണ്ട് ടു കംപ്ലൈന്റ്. ഇവിടെ വാ തുറന്നു മാത്രം പറയുന്നത് കസ്റ്റമറുടെ വെരി ബാഡ് ചെയ്തു. ഒരു സലൂണിൽ ആരെങ്കിലും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരിങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഒന്നും അറിയാത്ത ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി. ഇവര് പ്രീവിയസ്ലി ഒക്കെ പോളിഷ് ഉണ്ട്. 50 ml ഇതിലോട്ടേക്ക് ഇട്ട് തന്നിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് എതിരെ ബാഡായിട്ടൊരു ഇമേജ് തരാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ ലോൺ ഒരു ഹാൻഡ് വെച്ച് ഫിംഗർ വെച്ചിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. സുന്ദരമായ കൈ, ഇതോ കറുത്ത കൈ, തവളക്കൈ പോലെ ഇരിക്കുന്നത് കുറെ തവളക്കൈ പോലത്തെ കുറെ കൈകളുമായിട്ട് വരും. കണ്ടോ, ഇത് ഞാൻ ഇട്ട് കൊടുത്തത് എന്തിനാണ് നോക്ക്. ഞാൻ ഇട്ട് കൊടുത്തത് even that one also I am the one did. See how is your fingers, you like it? Yeah, see that is flying guys, but this is the this is she intentionally she's doing. No, she's intentionally she's doing. Really what is the that is the pen മലയാളികളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻറ്റിനെ ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആംബുലൻസിൽ പോയി. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാലും ഡ്യൂട്ടി കഴിഞ്ഞ ടൈമായാലും ഞാൻ തിരിച്ചെത്തില്ല. അങ്ങനെ ഞാൻ ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ പോയി ഞാൻ തിരിച്ചു വന്നു. ഒരു ഡ്യൂട്ടി കഴിഞ്ഞേക്കാളും ഒരു ഹാഫ് ആൻ അവർ മേളിൽ ലേറ്റായിട്ടാണ് വന്നേ. ഇങ്ങനെ പോന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ കൊച്ചിനെ എണീപ്പിച്ച് കൊച്ചിന് ഞങ്ങൾ ഗിഫ്റ്റ് കാണിച്ചു കൊടുത്തു. അവൾക്കൊരു സന്തോഷമാവട്ടെ. അങ്ങനെ അവൾ തന്ന ഗിഫ്റ്റൊക്കെ ഓപ്പണാക്കി ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയാണ്. അങ്ങനെ അവൾക്കത് കാണിച്ചു കൊടുത്ത് കൊച്ചിന് ഭയങ്കര സന്തോഷം. ഗിഫ്റ്റ് ഓപ്പണാക്കി ഒത്തിരി ഗിഫ്റ്റ് കിട്ടി. കാരണം പ്രാവശ്യം പിന്നെ ഈദ് പ്രയറിന് പോയപ്പോഴും മസ്ജിദിന് അവിടെ നിന്നും കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് ഷെയറൊക്കെ ചെയ്ത് അവൾ ഹാപ്പി ആയിട്ടിരിക്കണം.